Guys, welcome back to another video. So, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് how to make money online from ഫ്ലിപ്കാർട്ട്, ആമസോൺ അതുപോലുള്ള ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഈ പറയാൻ പോകുന്ന ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്ന വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറി പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുന്നേ ഉള്ള എൻ്റെ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഉള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്ന എല്ലാ വീഡിയോസിലും ഞാൻ നിങ്ങളുടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പേഷ്യൻസ്. അതായത് എന്ത് കാര്യം ബിൽഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ സമയമാണ്. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ആരും തന്നെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പോകുന്നില്ല. അതിന് അതിൻ്റെതായ ആവശ്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. നമ്മൾ ആ സമയവും ക്ഷമയോടെ നമ്മൾ അത് ബിൽഡ് ചെയ്താൽ മാത്രമേ നമ്മൾ മുകളിലെത്തത്തുള്ളൂ. പക്ഷേ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ഇങ്ങനെയൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഓൺലൈനായിട്ട് വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. ഓൺലൈനായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട്, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് അല്ല, പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, ഇതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആക്ച്വലി ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ലൈക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നു, പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് അങ്ങനത്തെ പല പല കാര്യങ്ങൾ യൂസ് ചെയ്ത് ഞാൻ വളരെയധികം ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തല്ലാണ്ട് ഇതിൻ്റെ പുറകെ ഞാനധികം ഇപ്പം ഓർഡർ പോയില്ല. ഇപ്പം ആ ഒരു ബിസിനസ് ഭയങ്കര ഫ്ലറിഷ്ഡാണ്. പക്ഷേ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു കടയില്ല, സ്വന്തമായിട്ടൊരു ഗോഡൗൺ ഇല്ല, അങ്ങനത്തെ യാതൊരു സംഭവവും സെറ്റപ്പും ഇല്ല. പുള്ളിയുടെ വീട് തന്നെയാണ് ആക്ച്വലി ഗോഡൗൺ എന്ന് പറയുന്നത്. അതുവഴി തന്നെ പുള്ളി ഒരു സ്റ്റാഫിനെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നു. മാസം 3-4 ലക്ഷം രൂപ, 3-4 ലക്ഷത്തിലധികം രൂപ ആക്ച്വലി പുള്ളി പ്രോഫിറ്റ് ടേൺ ഓവർ അല്ല, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ എങ്ങനെയാണ് ഈ ക്യാഷ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്യാഷ് ഒക്കെ ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാൻ തന്നെ ഞാനും ഇതിന്റെ പുറകെ ഒന്ന് ഇറങ്ങി തിരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, എങ്ങനെയാണ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പ്രോഡക്റ്റ്സ് സെല് ചെയ്യാൻ പറ്റുന്നത്, അതിനെന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, ഇതൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലോട്ട് പോയി, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, എവിടെ പോയി നമുക്ക് ഈ പറയുന്ന ഒരു സാധനം സെല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങളുണ്ട്. ഒന്നാമത്തെ, നമുക്ക് പ്രോഡക്റ്റ്സ് ഫ്ലിപ്കാർട്ടിൽ സെല് ചെയ്യാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾക്കൊരു നമ്മളിപ്പോൾ നോർമലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണം. ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ ചാർജർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും സാരി ആയിക്കോട്ടെ, പല പല സാധനങ്ങൾ, ഇപ്പോൾ എന്ത് മൊബൈൽ തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ പല സാധനങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, നമ്മൾ ആദ്യം പോയി ഫ്ലിപ്കാർട്ടിൽ നോക്കും. ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് അത്യാവശ്യം വില കുറവിലാണ് ഈ സാധനങ്ങൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, നമ്മൾ ഒന്നും നോക്കത്തില്ല, ഓക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ പോയി അങ്ങ് ഓർഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്ന ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഭൂമിയിൽ ഇപ്പം നമ്മുടെ ഇന്ത്യക്കകത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് നോക്കുക. ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത്, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചെടുക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന്, ഇപ്പം ന്യൂഡൽഹിയിലുള്ള ഒരാൾ കേരളത്തിൽ നിന്നും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും, കേരളത്തിലുള്ള ഒരാൾ ന്യൂഡൽഹിയിൽ നിന്നും പ്രോഡക്റ്റ് ഓർഡർ ചെയ്യും. സെല്ലേഴ്സ് എവിടെയാണോ അവൈലബിൾ അവിടെ നിന്ന് നമുക്ക് ഫ്ലിപ്കാർട്ടിലോട്ട് അവരത് ഷിപ്പ് ചെയ്ത് തരും. അപ്പം നമുക്കറിയാം, ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ തുറന്നു കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അവിടെ നമ്മളൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു പ്രോഡക്റ്റ് ഇടുകയാണെങ്കിൽ അത് വിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് നമ്മളിടുന്ന എല്ലാ പ്രോഡക്റ്റും ഹിറ്റ് ആവണം, അല്ലെങ്കിൽ എല്ലാ പ്രോഡക്റ്റും വിറ്റ് പോകണമെന്നില്ല. പക്ഷേ നമ്മളിടുന്ന മിക്കവാറും പ്രോഡക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ചില രീതികൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചില പ്രോഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊക്കെ നമുക്ക് വിറ്റ് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എവിടെ നിന്ന് നമുക്ക് പ്രോഡക്ട്സ് വാങ്ങണം, എങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ സെല് ചെയ്യണം, ഫ്ലിപ്കാർട്ടിൽ ഒരു സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യം, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിൽ ഒരു സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ള രണ്ട് കാര്യം മാത്രമാണ്, പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ്. ഈ 2 സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ ഈസി ആയിട്ട് തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഫ്ലിപ്കാർട്ടിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെല്ലർ അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു GSTIN നമ്പർ എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ GSTIN നമ്പറൊക്കെ വേണമെങ്കിൽ നമ്മൾ അവിടെ പോയി അപ്ലൈ ചെയ്യേണ്ട, ഇവിടെ പോയി അപ്ലൈ ചെയ്യേണ്ട, അങ്ങനെയൊന്നുമല്ല. GSTIN നമ്പർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കിനകത്ത് ആയിട്ടുണ്ട്. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ആകെ ആവശ്യമുള്ളത് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും മാത്രമാണ്. ആധാർ കാർഡിന് പാൻ കാർഡിന് നമ്പർ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഫീസ് ഉണ്ട് 399 രൂപ. അത്ര ഇടയ്ക്ക് ഒരു 3 മുതൽ 7 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് GSTIN നമ്പർ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പേജിൽ കയറിയ ശേഷം നിങ്ങളുടെ ഫ്ലിപ്കാർട്ടിനകത്ത്, അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ ചോദിക്കുന്നത് എന്ത് പ്രോഡക്ട്സ് ആണ് സെല് ചെയ്യേണ്ടതാണ്. അതായത് ബുക്സ് ആണോ, നോൺ ബുക്സ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനത്തെ ആണ്. അതായത് ബുക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് മാത്രം മതി, GSTIN നമ്പർ ഒന്നും വേണ്ട. പക്ഷേ ബാക്കിയുള്ള പ്രോഡക്ട്സ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും GSTIN നമ്പർ വേണം. അപ്പോൾ ബാക്കിയുള്ള പ്രോഡക്ട്സ് സെല് ചെയ്യുക, ബാക്കി താഴത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. അതിൻ്റെ ഏറ്റവും താഴെ കാണാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ബ്രാൻഡ്, നിങ്ങളിപ്പോൾ ഒരു ഷോപ്പ് ഓണറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൈറ്റൻ വാച്ചസ് അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈലിൻ്റെ ബ്രാൻഡ്സ് അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ബ്രാൻഡ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ബ്രാൻഡ് സെലക്ട് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്യും. അല്ല പുതിയ പ്രോഡക്ട്സ് ആണെങ്കിൽ അങ്ങനെ ഇനി അവരുടെ ധമാക്ക ലിസ്റ്റിൽ, അതായത് അവർ ഫ്ലിപ്കാർട്ടിൽ തന്നെ ഏറ്റവും ഹോട്ടായിട്ട് വിറ്റ് പോകുന്ന ചില സാധനങ്ങളുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് സെല് ചെയ്യാനുണ്ടെങ്കിൽ, സെല് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സെല് ചെയ്യേണ്ട പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അതായത് ഒരു സാധാരണ
സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതായത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ സാധാരണക്കാരായ ഞങ്ങളൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഞാൻ എങ്ങനെ ഈ പ്രോഡക്ട്സ് വാങ്ങും, അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രോഡക്ട്സ് ഞാൻ അക്വയർ ചെയ്യും? ഈ പ്രോഡക്ട്സ് ഞാൻ മാനുഫാക്ചർ ചെയ്യുന്നതല്ല, ഈ പ്രോഡക്ട്സ് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഈ പ്രോഡക്ട്സ് വാങ്ങും? എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന ഞാനിപ്പോൾ ഒരു കടയിൽ ഇത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ചാർജർ വാങ്ങാൻ പോവാണ്. കടയിൽ ഒരു ചാർജർ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായും 350, 400, 450 രൂപ വാങ്ങും. അപ്പോൾ 450 രൂപയ്ക്ക് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ട് പിന്നെ 600 രൂപയ്ക്ക് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ കൊണ്ട് വിൽക്കാൻ പറ്റുമോ? മേ ബി വിൽക്കുന്നവർ കാണും, പക്ഷേ അതിൽ എനിക്ക് തോന്നുന്നില്ല ആ പ്രോഡക്റ്റ് അത്രയധികം ആൾക്കാർ വാങ്ങുന്നു. കാരണം അതിനേക്കാളും തീർച്ചയായിട്ടും അതിനേക്കാളും റേറ്റ് കുറഞ്ഞൊരു സെല്ലർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല. എന്നാൽ നമുക്ക് ആക്ച്വലി പ്രോഡക്ട്സ് എല്ലാം വളരെ 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 ഈസി ആയിട്ട്, അല്ലെങ്കിൽ വളരെ വില കുറച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഈ ഒരു സംഭവം, അതായത് ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പലർക്കും അറിയാം, പലർക്കും വളരെ വളരെ നോളജ് ഉണ്ട്. പക്ഷെ പലരും ഇതിനകത്ത് ചെന്ന് പെടാത്ത, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സെല്ലർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ച് ഒരു റീസെല്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിലോട്ട് പോകാത്തത് ഒരൊറ്റ കാര്യം കൊണ്ടാണ്. ഇവർ ആർക്കും ഇതിന്റെ പുറകെ മെനക്കെടാൻ വയ്യ, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഓടാൻ വയ്യ. അതുകൊണ്ട് ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് പലർക്കും ഇപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും അവരത് ചെയ്യത്തില്ല. ഈ പറയുന്ന ഒരു ആപ്പ് വഴി തന്നെ എങ്ങനെ നിങ്ങൾക്ക് വളരെ വളരെ കൃത്യമായിട്ട് ഒരു മാസം കൊണ്ട് ഒരു 2-3 ലക്ഷം വരെ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ അത് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രമാണ്. നിങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമ്മിറ്റഡ് ആവണം. കുറച്ച് മെനക്കേടുണ്ട് ഇതിന്റെ പുറകെ. അത് മാത്രമല്ല ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ പുറകെ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഏത് രീതിയിലാക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയുടെ നിങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ ഇനി വളരെ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, നിങ്ങൾ ഓൺലൈനിലുള്ള ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയായിരിക്കും, അലിബാബ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചൈനയിലുള്ള ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ട് പോലെ തന്നെ ചൈനയിലുള്ള ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഹോൾസെയിൽ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ, ഈ അലിബാബ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് അവർ സെല്ലേഴ്സിന്റെ അടുത്ത് പോകും. അവരുടെ ഇടയിൽ ഇടനിലക്കാരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ ഒരു കുറഞ്ഞൊരു റേറ്റിൽ തന്നെ ഇവർക്ക് പ്രോഡക്ട്സ് ഒക്കെ അവർക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാനൊരു പ്രോഡക്റ്റ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചാർജറാണ്, അതായത് 120 വാട്ട്സിന്റെ ഒരു ചാർജറാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഈ ചാർജറിന് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പോയി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു 120 വാട്ട്സിന്റെ ചാർജറിന്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് 286 രൂപയാണ്. ഫ്ലിപ്കാർട്ടിനകത്ത് ഞാൻ ഇപ്പോൾ സോർട്ട് ബൈ ലോ ടു ഹൈ കൊടുക്കുമ്പോഴേക്കും വരുന്നത്. അതായത് 120 വാട്ട്സിന്റെ ഒരു ചാർജർ ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ 286 രൂപയാണ്. എന്നാൽ ആലിബാബ എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത് ഇതിനെക്കാട്ടിലും ഫീച്ചേഴ്സ് ഉള്ള ഇതേ ചാർജർ വിൽക്കുന്നത് 82 രൂപ 21 പൈസയ്ക്കാണ്. അതെ, അതായത് നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കണ്ട സാധനത്തിനകത്ത് ഒറ്റ പോർട്ടേ ഉള്ളൂ. പക്ഷേ ഈ ആലിബാബയ്ക്കകത്ത് വിൽക്കുന്ന ഈ സാധനത്തിനകത്ത് 4 പോർട്ടുണ്ട്. അതവർ വിൽക്കുന്നത് 82 രൂപ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ 82 രൂപയ്ക്ക് ഞാനിത് ഇമ്പോർട്ട് ചെയ്തതിന് അങ്ങ് ഭയങ്കര ലാഭം ഉണ്ടാക്കാം. പക്ഷേ അതല്ല, അതിനകത്ത് ചെറിയൊരു ക്യാച്ച് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിനകത്ത് സെലക്ട് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും ഈ സാധനം കിടക്കുന്നത് ചൈനയിലാണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരാനുള്ള ഈ ഒരു ചാർജസ് ഉണ്ട്, അതായത് ഷിപ്പിംഗ് ഫീസ് അവരെടുക്കും. അപ്പം നമുക്ക് ആക്ച്വലി ഈ 82 എണ്ണത്തിന്റെ ഞാനിപ്പോൾ ഒരു 100 യൂണിറ്റ്സ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഏറെക്കുറെ 14,900 സംതിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഏറെക്കുറെ ഒരു 15,000 രൂപ ചിലവും. അപ്പോൾ ഞാൻ 100 യൂണിറ്റ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആകെ വരുന്ന ചിലവ് എന്ന് പറയുന്നത് 15,000 രൂപ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് അവരൊരു പെട്ടിക്കകത്ത് കുറച്ച് ഇങ്ങനെ ഒരു സ്പേസ് ഇട്ട് ജസ്റ്റ് ചാർജർ മാത്രം വെച്ചിട്ടായിരിക്കും അവർ അയക്കുന്നത്. അതിനകത്ത് പാക്കിംഗ് കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ പാക്കിംഗ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ അടുത്തൊരു പ്രസ്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതിന്റെ നിങ്ങളൊരു ഡിസൈൻ ഇപ്പം ChatGPT ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ഒരു പ്രസ്സിൽ പോയ ശേഷം അവരുടെ അടുത്ത് പറയാം ഇത്ര ആവശ്യത്തിനാണ് ചെയ്യുക, ഈ ഒരു ചാർജറിന്റെ മോഡൽ കൊടുത്തതിന് അവർ തന്നെ സംഭവം ചെയ്തു തരും. ഒരു 2,500 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഒരു 100 യൂണിറ്റ്സ് ഒക്കെ സിമ്പിളായിട്ട് കിട്ടും, അത്യാവശ്യം നല്ല പ്രസ്സാണെങ്കിൽ. അപ്പം നമുക്ക് ഒരു 17, അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത്രയും സാധനം, അതായത് ഒരു 82 രൂപയുടെ ചാർജർ ഇന്ത്യയിൽ എത്തുമ്പോഴേക്കും അതിന് നമ്മൾ ഷിപ്പിംഗ് 100 യൂണിറ്റ്സ് ഇന്ത്യയിൽ എത്തുമ്പോൾ നമ്മൾ 15,000 രൂപ കൊടുക്കേണ്ടി വരും. ആൻഡ് നമ്മളൊരു 2,500-3,000 രൂപ വരെ ഇതിന്റെ പാക്കേജിങ്ങിനും ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ ചിലവാക്കേണ്ടി വരും. അതായത് നമുക്ക് മൊത്തം ഈ ചാർജറിന് ആകെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 രൂപയാണ് എന്ന് വിചാരിക്കുക. അതായത് ഒരു ചാർജർ ഒരു യൂണിറ്റ് നമുക്ക് വരുന്ന നമുക്കിപ്പോൾ നഷ്ടം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന അതിന് വേണ്ടി ഉണ്ടാകുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ 180 രൂപയാണ്. ഒരു ചാർജർ നമുക്ക് 180 രൂപയ്ക്ക് നമുക്കിപ്പോൾ ചിലവാകുന്നുണ്ട് 180 രൂപ. അപ്പോൾ ഇത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നേരത്തെ കാണിച്ച് ഒരൊറ്റ സ്ലോട്ടുള്ള ഒരു ചാർജർ, ആ ചാർജർ അവരെ വിൽക്കുന്നത് 286 രൂപയ്ക്കാണ്. അപ്പം നമുക്ക് 4 സ്ലോട്ട് ഉണ്ട്. ഈ സാധനം നമുക്ക് സുഖമായിട്ട് ഒരു 350 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്യാനും പറ്റും. ആൻഡ് അതുവഴി നമുക്ക് നല്ല രീതിയിൽ തന്നെ 350 എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു പ്രൈസാണ്. കാരണം 350 രൂപയ്ക്കൊന്നും 4 പോർട്സുള്ള ചാർജർ ഒന്നും ഫ്ലിപ്കാർട്ടിനകത്ത് ഇല്ല. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ സാധനം വിറ്റ് പോവുകയും ചെയ്യും.
ആൻഡ് ആലോചിക്കുക, നമുക്ക് ഒരു പ്രൊഡക്റ്റിനകത്ത് വരുന്ന നമുക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് 180 രൂപയാണ്. നമ്മുടെ ഷിപ്പിംഗ് ചാർജ്, നമ്മുടെ ബാക്കി സംഭവം കവറിങ് എല്ലാം കൂടെ ആയിട്ട് 180 രൂപയാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് 350 രൂപയ്ക്ക്. അതായത് ഏറെക്കുറെ 100% അടുപ്പിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ 380 രൂപയ്ക്ക് അല്ലെങ്കിൽ 350 രൂപയ്ക്ക് 100 പ്രോഡക്റ്റ്സ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൊത്തം വരുമാനം എന്ന് പറഞ്ഞാൽ 35,000 രൂപ. ഇനി നമുക്ക് ആകെ ചിലവായത് എത്രയാണ്? 18,000 രൂപ. അതായത് ഏറെക്കുറെ ഒരു 90%ഓളം പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഞാനിതിപ്പോൾ ജസ്റ്റ് സ്പെക്കുലേറ്റ് ചെയ്ത് പറയുന്നതോ അല്ലെങ്കിൽ ഞാൻ ഈ കണക്കുകൾ നോക്കിയിട്ട് പറയുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഈ അലിബാബയിൽ നിന്ന് ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ 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 ഈസി ആയിട്ട് നമുക്ക് അലിബാബയിൽ നിന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിനകത്തും ഈ ഒരു സെല്ലർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് സെല്ലർ അക്കൗണ്ട് ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യേണ്ട, നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ഈ പിക്കപ്പ് ചെയ്യേണ്ട അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടിലാണ് ഈ സാധനം ഉള്ളതെങ്കിൽ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അവരുടെ ആൾക്കാർ തന്നെ അന്ന് പിക്കപ്പ് ചെയ്തെടുത്തുകൊണ്ട് അവർ തന്നെ കൊറിയറിനകത്തിട്ട് പാക്ക് ചെയ്ത് അവർ തന്നെ അങ്ങ് അയച്ചോളും. നമ്മൾ ജസ്റ്റ് പാക്ക് ചെയ്ത് കൊറിയറിലോട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തൊന്ന് കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഫ്ലിപ്കാർട്ടിൻ്റെ എക്സിക്യൂട്ടീവ്സ് തന്നെ നോക്കിക്കോളും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ 17,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്, എങ്ങനെയാണെങ്കിലും ഒരു 20,000 രൂപയെങ്കിലും കയ്യിലില്ലാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. അതായത് ഇതെന്ന് പറയുന്നത് ഒരു USB-യുടെ ഒരു C2C കേബിളാണ്. ഈ C2C കേബിളിൻ്റെ 0.5 മീറ്റേഴ്സിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 19 രൂപ 35 പൈസയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ 19 രൂപ 35 പൈസയ്ക്ക് നമുക്കിത് കിട്ടത്തില്ല. നമ്മളിതിൻ്റെ ഒരു 100 യൂണിറ്റ്സ് നമുക്കൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം. 99+1 100 യൂണിറ്റ്സ് നമ്മൾ ഇതിനകത്ത് ഓർഡർ ചെയ്യുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം വരുന്ന ചാർജ് എന്ന് പറയുന്നത് 4,757 രൂപയാണ്. അപ്പോൾ നമുക്ക് വിചാരിക്കാം, നമുക്ക് ജസ്റ്റ് ഇതിപ്പം C2C കേബിൾ തന്നെ ആയതുകൊണ്ട് വലിയ പാക്കിംഗ് ചാർജസ് ഒന്നും വരത്തില്ല. നമ്മളിപ്പോൾ ഒരു പ്രസ് കാര്യങ്ങൾ അടിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയായാലും നമുക്കൊരു 6,000 രൂപ, അതായത് ഒരു 1,200-300 രൂപയ്ക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സാധനം ചെയ്തിടാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം, ഒരു 6,000 രൂപയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ സംഭവം എല്ലാം, അതായത് 4,757 രൂപ മാത്രമേ നിങ്ങൾക്ക് ആ സാധനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ വരുന്നുള്ളൂ. പിന്നെ പാക്കിംഗ് ചാർജസ് എല്ലാം കൂടി ഒരു 6,000 രൂപ ആയിരുന്നു ജസ്റ്റ് എന്ന് വിചാരിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ 100 പീസ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കുക. ഫ്ലിപ്കാർട്ടിനകത്ത് ഇതിനെ നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് മോഡിഫൈ, നിങ്ങൾ ChatGPTയിൽ ഇപ്പം ഏതെങ്കിലും ഫ്ലിപ്കാർട്ടിനകത്ത് ഓൾറെഡി ലിസ്റ്റ് ചെയ്ത ഒരു C2C ടൈപ്പ് കേബിളിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് ChatGPTയിൽ ഇട്ട് കഴിഞ്ഞാൽ അവർ എങ്ങനെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണം, എങ്ങനെ ഫോട്ടോസ് എല്ലാം നമുക്ക് ChatGPT തന്നെ അടിപൊളിയായിട്ട് ജനറേറ്റ് ചെയ്യും. ഈ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്ലിപ്കാർട്ടിൽ ഇടുക. എന്നിട്ട് 60 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാങ്ങിച്ച ഈ സാധനം 125-130 രൂപയ്ക്ക് വിൽക്കുക. കാരണം നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ചാർജറിൻ്റെ C2C കേബിൾ ഞാനിപ്പോൾ ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും C2C കേബിൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ആവശ്യമില്ല, എന്നാൽ തീരെ മോശമാവാനും പാടില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് എടുത്ത ശേഷം അത് സോർട്ട് ചെയ്യും, ലോ ടു ഹൈ എന്ന് സോർട്ട് ചെയ്യും. ലോ ടു ഹൈ സോർട്ട് ചെയ്ത ശേഷം ഒരു മിഡ് റേഞ്ച് ഒരു 100-120 വരുന്ന സാധനം തന്നെ ഞാൻ നോക്കുമല്ലോ. 60 രൂപയ്ക്കും 80 രൂപയ്ക്കും 90 രൂപയ്ക്കുള്ള സാധനമുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വിശ്വസിക്കാറില്ല. അതുപോലെ തന്നെയാണ് മിക്കവാറും വാങ്ങുന്ന എല്ലാവരുടെയും മൈൻഡ് നടന്നത്. കാരണം C2C ടൈപ്പ് കേബിൾ ഒന്നും നമ്മൾ ബ്രാൻഡ് നോക്കി വാങ്ങുന്ന സാധനങ്ങളല്ല. നമുക്ക് ജസ്റ്റ് ഓക്കെ വില സഹായം ഉണ്ടാവണം, എന്നാൽ തീരെ മോശമാവാനും പാടില്ല, ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് വാങ്ങുന്നത്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തീരെ താഴെ ആവാൻ പാടില്ല, തീരെ മുകളിലോട്ടും പോകാൻ പാടില്ല. ഒരു 150-ക്കകത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വിറ്റ് പോകും. അതിന് നമുക്കിവിടെ ചിലവായിട്ട് ഉള്ള പൈസ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് വെറും 60 രൂപയാണ്. നമ്മൾ 120 രൂപയ്ക്ക് മുകളിൽ അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് 100% മുകളിൽ, അതായത് 100 യൂണിറ്റ്സ് നമ്മൾ വിൽക്കുമ്പോഴേക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 120 × 100 ആണ് നമുക്ക് കിട്ടുന്ന മൊത്തം വരുമാനം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് മാർജിനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ ഇപ്പം എത്ര എനിക്ക് തോന്നുന്നത്, ഇപ്പം നമുക്ക് ആകെ വന്നിട്ടുള്ളത് 12,000 രൂപയോളം നമുക്ക് വരുമാനം കിട്ടും. അതിൽ 6,000 നമുക്ക് ചിലവായിട്ടുള്ളൂ. 6,000 നമ്മുടെ പ്രോഫിറ്റാണ്. സോ വിചാരിക്കുക, ഇത് നമ്മളിപ്പോൾ ആകെ ചിലവാക്കി എത്രയാണെന്ന് നമ്മൾ വെറും 6,000 രൂപയെ ചിലവാക്കിയിട്ടുള്ളൂ. ആൻഡ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6,000, അതായത് 100% പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുകൊണ്ട് പലരും ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സിമ്പിളാണ്. ആർക്കും ഇതിൻ്റെ പുറകെ അവിടെ നടക്കാൻ വയ്യ, ആർക്കും മെനക്കെടാൻ വയ്യ. കാര്യം നമുക്ക് ഈ സാധനം വന്ന ശേഷം നമുക്കിത് പാക്ക് ചെയ്യണം. അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ മാതിരി അത്യാവശ്യം ഭയങ്കര ഇതായിട്ടുള്ള സംഭവമൊന്നുമല്ല. ജസ്റ്റ് ഒരു 1,000-2,000 രൂപയ്ക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ. അടുത്തൊരു പ്രസ് ഉണ്ടെങ്കിൽ പോയി പറഞ്ഞാൽ മതി, അവർ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്തു തരും. പിന്നെ ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്കിപ്പം നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന പ്രൈസിന് തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഇത് സെല്ല് ആവത്തില്ല. ആക്ച്വലി ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു മാർജിനും കൂടെ ഉണ്ട്. അപ്പോൾ അവർ അതും കൂടെ എടുത്ത ശേഷമായിരിക്കും നിങ്ങളിത് സെല്ല് ചെയ്യാൻ വേണ്ടി ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇടുന്നത്. അതൊരു 10-20 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരാറുള്ളൂ. ആക്ച്വലി അത് മിക്കവാറും പ്രോഡക്ട്സിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ സംഭവം വരുന്നത്. അപ്പോൾ ബേസിക്കലി സംഭവം വളരെ ഈസിയാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മൾ അതിന് പുറകെ ഒന്ന് മെനക്കണം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഇനി പഠിക്കാനുണ്ട്. അപ്പം എങ്ങനെ ഈ സാധനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിനകത്ത് ഈ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ
ജസ്റ്റ് ഒന്ന് മെനക്കെടുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പുറകുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് കണ്ട വേറൊരു കിടിലം പ്രോഡക്റ്റ് ഉണ്ട്. അത് എന്ന് പറയുന്നത് പോയിഡ്ഗാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു വാച്ചാണ്. പോയിഡഗാർ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് ബ്രാൻഡ് എന്ന് കണ്ടപ്പോഴേക്കും ഈ ബ്രാൻഡിൻ്റെ വാച്ച് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ ആദ്യം ഞാൻ പോയി നോക്കി ഇതിൻ്റെ റേറ്റ് എത്രയാണ്. അപ്പോൾ നോക്കിയപ്പോഴേക്കും 2000-3000 അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം വാച്ചാണ്. കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്കാണ്. എന്നാൽ ഞാനിത് കയറിയിട്ട് ഇതിനകത്ത് ഈ അലിബാബയ്ക്കകത്ത് കയറിയിട്ട് ചുമ്മാ ഇതിൻ്റെ പ്രൈസ് നോക്കിയപ്പോഴേക്കും അവർ കാണിച്ചിരിക്കുന്നത് ഒരു യൂണിറ്റിന് വരുന്നത് 415 രൂപയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ എടുത്തിപ്പം ഞാനൊരു 100 യൂണിറ്റ്സ് സെലക്ട് ചെയ്ത് നോക്കാം. 100 അപ്പം എന്നിട്ട് എനിക്ക് ഇതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് ഉൾപ്പെടെ വരുന്ന 55,440 സംതിങ്. അതായത് മൊത്തം ഇപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് കഴിഞ്ഞ ശേഷം എനിക്ക് ഇവിടെ വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ പാക്കേജിങ് കോസ്റ്റും ബാക്കി എല്ലാം കൂടെ നോക്കിയിട്ട് ഒരു 60,000 രൂപ ആവണമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഞാൻ 100 യൂണിറ്റ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് മൊത്തം ആയത് 60,000 രൂപ. അപ്പം ഈ 60,000-ന് നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു യൂണിറ്റിന്, അതായത് 60 എനിക്കിപ്പോൾ 100 യൂണിറ്റ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാം കൂടെ ചിലവായത് 60,000 രൂപയാണ്. അപ്പം ഒരു യൂണിറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. ഫ്ലിപ്കാർട്ടിനകത്ത് നിങ്ങൾ പോയി നോക്കുക ഈ സാധനത്തിൻ്റെ വില എത്രയാണ്. 3000, 2000 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഫ്ലിപ്കാർട്ടിനകത്ത് നമ്മളിപ്പം പോയി നോക്കിയാൽ തന്നെ ഇപ്പോൾ ഒരു ബ്രാൻഡ് നോക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോഴേക്കും നമ്മൾ ആദ്യം നോക്കുന്നത് അത്യാവശ്യം നല്ല ലുക്കും വേണം, എന്നാൽ തീരെ താഴാനും പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തീരെ വില കുറയാനും പാടില്ല, തീരെ മുകളിലോട്ട് പോകാനും പാടില്ല. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഈ സാധനത്തിൻ്റെ ബ്രാൻഡ് എടുത്ത് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്കിത് ബ്രാൻഡ് തന്നെ ആക്ച്വലി ലിസ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ബ്രാൻഡ് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന എല്ലാത്തിൻ്റെയും വില 2000-3000 ഒക്കെയാണ്. നമ്മളിപ്പോൾ ഇതിൽ 1000 അല്ലെങ്കിൽ 999 ആ ഒരു റേഞ്ചിന് ഇട്ട് പോകണമെന്ന് വിചാരിക്കും. നല്ല സിമ്പിളായിട്ട് ഈ സാധനം വിറ്റ് പോകും. നിങ്ങൾ ആലോചിക്കും, ജസ്റ്റ് നമുക്ക് ഇതിന് മൊത്തം ചിലവാകുന്ന 60,000 രൂപ. നമ്മളിതിന് 1000 രൂപയ്ക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 40,000 രൂപയാണ്. സോ ടെക്നിക്കലി നമ്മൾ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യാം. നിങ്ങൾ ഈ അലിബാബയ്ക്കകത്ത് കയറിയിട്ട് iPhone 17, ഇതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ iPhone 17ൻ്റെ കേസ് കാര്യങ്ങൾ, അങ്ങനെ ഞാനിപ്പോൾ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഈ പ്രോഡക്റ്റ്സ് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ്സ് നോക്കാം. ആൻഡ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് കിട്ടുമ്പോൾ ലാഭകരമായിട്ട് കിട്ടും എന്ന് വരത്തില്ല. ചില പ്രോഡക്റ്റ്സ് ആക്ച്വലി നഷ്ടമായിട്ട് നമുക്ക് വരുള്ളൂ. 1-2 ഞാൻ നോക്കിയപ്പോഴേക്കും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിനേക്കാളും ചീപ്പായിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അത് അത്ര ഡിമാൻഡുള്ള സാധനങ്ങളല്ല. ചിലതൊക്കെ നമുക്കിപ്പം നമുക്ക് ഇങ്ങോട്ട് ഷിപ്പിംഗ് ഫീസ് കൂടെ നോക്കുമ്പോഴേക്കും നമുക്ക് കൈനഷ്ടം വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് ഓരോ യൂണിറ്റ്സിലും നമുക്കുള്ള സംഭവം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രൈസ് മാർജിൻ എത്രയാണ്, നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, ഫ്ലിപ്കാർട്ടിൽ വരുന്ന അവരുടെ ഒരു മാർജിൻ എത്രയാണ്, ഇതൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളൊരു പ്രോഡക്റ്റ് അതിനകത്ത് നിന്ന് ബൈ ചെയ്യുക. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ആൻഡ് അതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് കയറിയിട്ട് ഫോൺസ്, ഇപ്പം സാംസങ്ങിൻ്റെ ഫോണുണ്ട്, ഐഫോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. 6000, 7000, 8000 രൂപയ്ക്കൊക്കെ ഈ സാധനം വെക്കുന്നുണ്ട്. പക്ഷേ മെയ്ഡ് ഇൻ ചൈനയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് തുടങ്ങാം. പക്ഷേ ഇത് വിൽക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചത്. അപ്പോൾ ഇത് മെയ്ഡ് ഇൻ ചൈന എന്നുള്ള സംഭവമാണ് ആക്ച്വലി. അപ്പോൾ നമുക്കിത് പക്ഷേ ഇത് ഈ പറഞ്ഞമാതിരി 1-2 യൂണിറ്റ്സ് ഒക്കെ ആയിട്ട് ഇത് വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം ഇതിന് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഓഫ്കോഴ്സ് കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. സോ ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം, പക്ഷേ അറ്റ് യുവർ ഓൺ റിസ്ക്. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സോ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിനകത്തുള്ള റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മാർജിൻ നമുക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഒരു ബിസിനസ്സാണ്. സോ ഇതിൻ്റെ പുറകെയുള്ള മെനക്കേടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആരും ഇതിൻ്റെ പുറകെ പോകാതിരിക്കരുത്. കാരണം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോയ ഒരു 5000-6000 രൂപ ജസ്റ്റ് ചെറിയ രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഷോപ്പ് ഓണേഴ്സ്, മൊബൈൽ ഷോപ്പ് ഓണേഴ്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് പോലും നിങ്ങൾ ഫ്ലിപ്കാർട്ടിനകത്ത് പോയി ലിസ്റ്റ് ചെയ്യുക സാധനങ്ങളൊക്കെ. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ കടയൊക്കെ ഇരിക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ട് നമുക്കിപ്പം ചിലപ്പോൾ ആൾക്കാരൊക്കെ വരും, വാങ്ങാം, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കട ഇന്ത്യയിൽ മുഴുവൻ ഉള്ള ആൾക്കാർക്കുള്ള ഒരു വിസിബിലിറ്റിക്കുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും. സോ ഞാൻ ഈ കാണിച്ചിരുന്ന ഫസ്റ്റ് സ്റ്റെപ്സ് എങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. ഞാൻ അതിനകത്ത് റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, അജിത്ത്.